എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികളുടെ വികസന മുന്നേറ്റ ജാഥകളും പുതിയുഗ ജാഥകളും തുടങ്ങിയപ്പോൾ പരിയമ്പുറത്തും സോഷ്യൽ മീഡിയയിലും ഇരുന്നു കിടന്നു ചിരിക്കുന്നവർ ഒന്നോർക്കണം. അവർ നമുക്ക് വേണ്ടിയാണ് ഈ ജാഥകൾ നടത്തുന്നത്. ഈ കണ്ട വെയിലും കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ നാടിനു വേണ്ടിയും നാട്ടാർക്ക് വേണ്ടിയും ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും പുതിയതായി അധികാരത്തിൽ വന്നാൽ ഇനി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും വളരെ ഉച്ചത്തിൽ കവലകൾ തോറും അവർ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവരെ കളിയാക്കിക്കൊണ്ട് ഭൂരിഭാഗവും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒന്ന് ഓർക്കണം, അവർ ഉണ്ടെങ്കിലേ നാടുള്ളൂ. നാടുണ്ടെങ്കിലേ നാലാളായി നമുക്ക് നടക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ ദാ കുറേ ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വരും. അതെന്താടാ, അവരുണ്ടെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ? നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം, അവർ കട്ടുമുടിക്കാൻ നടക്കുന്നവരല്ലേ? എന്ത് കുന്തമാണ് അവർ ചെയ്യുന്നത്? നീ ആരോടാ ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കിയേ, ഇവർ ആരുമില്ലാതാകുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ ആരുമില്ലാതെ വരുന്നു. അതിനി ഇടതിലായാലും വലതിലായാലും നടുവിലായാലും. അവിടെ തുടങ്ങും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അരക്ഷിതാവസ്ഥ. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്കോ എനിക്കോ ഒന്നുമാകില്ല. ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സുന്ദര കേരളത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ പറഞ്ഞു വരും അത് സർക്കാർ ആണെങ്കിൽ അത് PR പണിയാണെന്ന്. അതെ, അത് PR പണി തന്നെയാണ്. PR ആയി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടല്ലേ? ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിന്നും ഒരു സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ എന്തെങ്കിലും പറയാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവർക്കൊക്കെ അറിയാമോ ഈ PR എന്താണെന്ന്? അറിയുന്നവരും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. പക്ഷേ എനിക്ക് ഈ PR എന്താണെന്ന് ചിലത് പറയാനുണ്ട്. പബ്ലിക് റിലേഷൻസ് വകുപ്പ്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ്, പൊതുജനങ്ങളുമായുള്ള ബന്ധങ്ങൾ. അതെ, പൊതുജനം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തന്നെ. ആ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കാനുള്ള ഏത് സർക്കാരിൻ്റെയും ഔദ്യോഗിക സർക്കാർ സംവിധാനമാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്. അതിൻ്റെ മുഴുവൻ പേര് ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്. ഈ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടാകും, ഒരു സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ജേർണലിസവും മാസ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞ പരിചയസമ്പന്നരായ അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർമാരുണ്ട്, എഡിറ്റർമാരുണ്ട്, എല്ലാ ജില്ലകളിലും ഇൻഫർമേഷൻ ഓഫീസർമാരുണ്ട്, ക്യാമറാമാൻമാരുണ്ട്. അങ്ങനെ നിരവധി വലിയൊരു ശൃംഖലയോട് കൂടിയിട്ടാണ് ഓരോ സർക്കാരുകളുടെയും ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വർക്ക് ചെയ്തു പോകുന്നത്. ഈ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രചരണ വിഭാഗമാണ് ഇൻഫർമേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്. വികസന പദ്ധതികൾ അവതരിപ്പിക്കുന്നു, സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിക്കുന്നു, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഏതൊരു സർക്കാരിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ പ്രധാനമായും ചെയ്യുന്നത്. ഇത് കേരളത്തിലെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്തുമുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സർക്കാരുകളും കാലാകാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്. അവരുടെ ഇൻഫർമേഷൻസ് വകുപ്പ് വഴി കാര്യങ്ങൾ നമ്മളെ അറിയിക്കും, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ കേൾക്കും. അങ്ങനെ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ പ്രസരം വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഉള്ളറകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് കഴിഞ്ഞ 10 വർഷമായി ഒരു സർക്കാർ ചെയ്തു വന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ സുന്ദര കേരളത്തിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ കുറേ കാഴ്ചകളാണ്, അല്ലെങ്കിൽ അത് പങ്കുവെക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ചെയ്യാൻ പോകുന്നത്. അത് വളരെ ആധികാരികമായി നിങ്ങളോട് പറയാൻ കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ കുറേ പ്രോജക്റ്റുകളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, മീഡിയ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കിത് കൃത്യമായി പറയാൻ കഴിയും. അതിൽ നമുക്ക് ആദ്യം എന്നിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 2021 ജൂലൈയിൽ പത്രമാധ്യമങ്ങളിൽ ഒരു പരസ്യം വരും. അത് ഞങ്ങൾ കാണുന്നു, ഞാനും എന്നോടൊപ്പമുള്ളവർ കാണുന്നു. ജൂലൈ 1-ാം തീയതി ഗൂഗിൾ ഫോമിലൂടെ ഒരു അപേക്ഷ കൊടുക്കുന്നത്. ഗൂഗിൾ ഫോമിലൂടെയാണ് ഒരു സർക്കാരിലേക്ക് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്. അത് കേരള സർക്കാരിൻ്റെ സഹകരണ വകുപ്പിലേക്കായിരുന്നു ആ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായിട്ട് ഐക്യൂബ്സ് ഈ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത്. അത് ഏഷ്യയിലെ ആദ്യത്തെ യുവ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. അതോടൊപ്പം ഞങ്ങളോടൊപ്പം കേരളത്തിൽ അന്ന് 40 യുവ സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ചരിത്ര സംഭവമായിരുന്നു. അതായത് സർക്കാർ ഈ യുവാക്കൾക്ക് മാത്രമായി ഒരു സഹകരണ സംഘം ആരംഭിക്കുന്നു. അങ്ങനെ കേരള സർക്കാർ ഇന്ത്യയിലെ തന്നെ വലിയൊരു മാതൃകയായിട്ട് മാറി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് യുവാക്കൾ, 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള യുവാക്കൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ സെൽഫ് ഹെൽപ്പ് ഫോർ ഫ്യൂച്ചർ ഹെൽപ്പ് എന്നുള്ള സമവാക്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ
ഇവിടെ അതൊരു സ്റ്റാർട്ടപ്പ് മാതൃകയിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു സർക്കാരായിട്ട് കേരള സർക്കാർ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ മേഖലയിൽ നിന്നിട്ട് ഞാൻ പിന്നെ നേരെ നോക്കി കണ്ടത് ഫിഷറീസ് വകുപ്പിനെയായിരുന്നു. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിനെയായിരുന്നു. ആ ഫിഷറീസ് വകുപ്പിലേക്ക് 2 IAS കാരാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരു വകുപ്പ് മന്ത്രി നേരിട്ടിറങ്ങി തീരദേശത്തൂടെ 47 ദിവസം യാത്ര ചെയ്തു. എന്നിട്ട് ഈ മത്സ്യത്തൊഴിലാളികളെയെല്ലാം നേരിട്ട് കാണുന്നു. അവിടെ അവരുടെ പരിവേദനകളും ദുഃഖങ്ങളും എല്ലാം ചോദിച്ചറിയുന്നു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. അതിന് ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. ആ സ്പോട്ടിൽ തന്നെ പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കൊപ്പം IAS കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ IAS സെക്രട്ടറിമാരും വകുപ്പ് സെക്രട്ടറിമാരും ജോയിന്റ് ഡയറക്ടർമാരും സ്പെഷ്യൽ ഡയറക്ടർമാരും ഫെസിലിറ്റേറ്റർമാർ വരെ ഓരോ ജില്ലകളിൽ 47 തീരദേശ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ മന്ത്രിയോട് സഞ്ചരിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഇവരുടെ ഈ പരാതികൾ കേൾക്കുന്നത് അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. മാത്രമല്ല എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുറേ പേര് അത് കേട്ടിട്ടുണ്ടായി. അത് നേരത്തെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ പദ്ധതികൾ കൊടുക്കുക അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, കൂടുതൽ കാര്യക്ഷമതയോടെ മുന്നോട്ട് പോവുക മാത്രമല്ല ഈ കേരള സർക്കാരിൻ്റെ വകുപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവാർഡുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എടുത്തു പറയുന്ന ഒരു സാധനമാണ് ഈ ഫിഷറീസ് വകുപ്പ് തന്നെ ചെയ്തിട്ടുള്ള മത്സ്യകർഷക അവാർഡുകൾ. അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊട്ടാരക്കരയിൽ കഴിഞ്ഞത് നടന്നു, അതിന് മുമ്പ് തിരുവനന്തപുരത്ത് നടന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഈ വികസന ജാഥകൾ നടക്കുമ്പം ഇവരെ കളിയാക്കുന്നെന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇവരാരും ഇതിൽ പ്രവർത്തിക്കാനില്ലാതാകും. നമ്മുടെ ഇവിടെ ജെൻസിയുടെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ജനറേഷൻ്റെ ഒരു അവസ്ഥ മാറി മാറി വരികയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കാനില്ലാതെ ഇവിടെ വലിയൊരു അരക്ഷിതാവസ്ഥ സംഭവിക്കും. ആ അരക്ഷിതാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവർ എല്ലാവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും എന്നോട് ചോദിക്കുന്നുണ്ടാവും, ഇവർ കട്ടുമുടിക്കാൻ വന്നവരല്ലേ, നിനക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടായിരിക്കും നീ പറ. അതല്ല നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വകുപ്പുകൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അറിയണം, ജനങ്ങൾ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മത്സ്യകർഷക അവാർഡുകൾ കൊടുക്കുന്നത് അത് എല്ലാ വർഷവും ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്. ഈ ശുചിത്വ സാഗര സുന്ദര തീരം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, അത് ബൃഹത്തായ പദ്ധതിയായിരുന്നു. ഈ കേരളത്തിലെ തീരപ്രദേശങ്ങളിലുള്ള ഈ തീരപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന പരിപാടി, അത് ഈ വകുപ്പ് തന്നെ നേരിട്ടിറങ്ങുന്നു, വകുപ്പ് മന്ത്രി ഇറങ്ങുന്നു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേശ്വരൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ ശംഖുമുഖത്ത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരിട്ടൊന്ന് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വന്ന് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പോലെ ജോയിന്റ് ഡയറക്ടർ നേരിട്ട് വരുന്നു, സെക്രട്ടറി നേരിട്ട് വരുന്നു, സ്പെഷ്യൽ സെക്രട്ടറി നേരിട്ട് വരുന്നു, അതേപോലെ അഡീഷണൽ ഡയറക്ടർമാർ വരുന്നു, ഡെപ്യൂട്ടി ഡയറക്ടർമാർ വരുന്നു, ഫെസിലിറ്റേറ്റർമാർ വരുന്നു, കോർഡിനേറ്റർമാർ വരുന്നു. അങ്ങനെ നിരവധി പേരുടെ വലിയൊരു ശൃംഖല തന്നെ നിന്ന് ഒരു ദിവസം കൊണ്ട് ഈ കടൽ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കുന്നത്, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടലും കടലോരങ്ങളും ഒക്കെ ശുചിത്വമായിട്ട് കിടക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള. വീണ്ടും അവിടെ മാലിന്യങ്ങൾ വരുന്നുണ്ടാവും, പക്ഷെ അത് കൃത്യസമയത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വകുപ്പുകളെല്ലാം കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്, ഞങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈഫ് മിഷൻ വീടുകളുടെ